അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ സവാദ് മുൻപ് താമസിച്ചത് കണ്ണൂർ വളപട്ടണം മന്നയിൽ 5 വർഷമാണ് ഇയാൾ ഇവിടെ താമസിച്ചത്. കാസർഗോഡ് താമസം മാറാനിരിക്കെയാണ് സവാദിനെ NIA പിടികൂടിയത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ സവാദിന് കണ്ണൂരിൽ വീട് വാടകയ്ക്കെടുത്ത് വിവിധയിടങ്ങളിൽ മാറി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് PFI പ്രവർത്തകരാണ്, PFI നേതാക്കളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. വളപട്ടണം PFIക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. വളപട്ടണം പ്രദേശത്ത് മുമ്പ് നിരവധി പ്രവർത്തകരെ രാജ്യവിധ്വംസക പ്രവർത്തനത്തിൻ്റെ പേരിൽ പോലീസും NIA ദേശീയ അന്വേഷണ ഏജൻസികളും പിടികൂടിയിരുന്നു. ഈ വളപട്ടണത്തെ മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം നിരവധി ഏകദേശം 3 ഇടങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ താമസിച്ചത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ്, കേരള പോലീസിനുള്ള ഒരു വലിയ നാണക്കേട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും കാലം 8 വർഷത്തോളം കണ്ണൂർ ജില്ലയിൽ ഇയാൾ താമസിച്ചിട്ടും ഇതുവരെയും പോലീസിന് യാതൊരു വിധത്തിലുള്ള ഒരു പിടിയും കൊടുക്കാത്ത ഇയാൾ താമസിച്ചിട്ടും പോലീസിന് ഒരു ചെറുവിരൽ അനക്കാൻ ഇതുവരെയും സാധിക്കാത്തതിൽ വലിയ നാണക്കേട് തന്നെ. എന്തിനു തന്നെയും ഇയാൾ ആദ്യം ഉണ്ടായിരുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചത് തന്റെ പേര് മാറ്റി പറഞ്ഞത്, അതായത് ഷാജഹാൻ എന്നുള്ള പേരിലാണ് ആ വിവാഹം കഴിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത്തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ആ വിവാഹം കഴിച്ചപ്പോൾ ശരിയായ പേര് പറഞ്ഞില്ല, പിന്നെ ഷാജഹാൻ എന്നുള്ള പേരാണ് പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് കണ്ണൂരിലേക്ക് താമസമാക്കിയത്. കണ്ണൂരിലെ വളപട്ടണത്തെ മന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇവരുടെ എല്ലാം PFIന്റെ അടക്കം ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളെല്ലാം. ആ മന്നയിലാണ് പിന്നീട് അവിടെ താമസമാക്കിയത്. ഏകദേശം 5 വർഷത്തോളം അവിടെ താമസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 5 വർഷം താമസിച്ചിട്ടും ഇയാളെ ഒന്ന് പിടികൂടാനോ അല്ലെങ്കിൽ ഇയാളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുവാനോ അവിടെയുള്ള പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അത് മാത്രമല്ല, ഇത്രത്തോളം ഇയാൾ ഇങ്ങനെ 5 വർഷം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സഹായം അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകണം. ഒന്നുകിൽ ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ ആളുകളുടെയോ സഹായം അയാൾക്ക് ലഭിച്ചിരിക്കണം. PDP അടക്കമുള്ള അല്ലെങ്കിൽ PFI അടക്കമുള്ള പ്രവർത്തകരുടെ അടക്കം ആ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ്. ഈ മേഖലകളിലൊക്കെയും PFIക്ക് ഒരു കാലത്ത് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഒരു മേഖലകളിലടക്കം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുകയുമുണ്ട്. പക്ഷേ പോലീസിന്റെ കണ്ണടക്കൽ അവിടെ കൃത്യവും വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളോളം ഈ പ്രതിക്ക് അവിടെ സ്വരവിഹാരം നടത്താൻ, അവിടെ താമസിക്കാൻ, ജോലി ചെയ്യാനടക്കം സാധിച്ചത്. PFI പ്രവർത്തകർ കൃത്യമായ സാമ്പത്തിക സഹായങ്ങളടക്കം നൽകുന്നു. PFI നേതാക്കൾ കൃത്യമായ എല്ലാ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. പക്ഷേ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം അത് പ്രകടമാണ്. വീണ്ടും NIA സംഘമാണ്, ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഈ ആശുപത്രി രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് ഷാജഹാൻ എന്ന പേരല്ല, സവാദ് എന്ന പേര് തന്നെയാണ് ആശുപത്രി രേഖ. രണ്ടാമത്തെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി രേഖകൾ ആ പേരാണ് നൽകിയിരിക്കുന്നത്. ഈ പേരിന്റെ പിറകെയാണ് NIA സംഘം സഞ്ചരിച്ചതും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയം ദൂരീകരിച്ച ഒടുവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. പക്ഷേ അപ്പോഴും പോലീസിന് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, അതായത് സവാദിന്റെ കയ്യിൽ നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടുള്ളത് അതാണ്. അതായത് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ യഥാർത്ഥ പേര് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതായത് ഈ ഇത്തരത്തിലുള്ള പേര്, ഇയാളുടെ പേര് ഷാജഹാൻ എന്നാക്കിയിരുന്നെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം സവാദ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രേഖകളിൽ മിക്ക രേഖകളിലും സവാദ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സവാദ് എന്ന പേര് അയാൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ NIA ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയും പിന്നീട് NIAയുടെ ഒരാൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളാണ് NIAയുടെ, അദ്ദേഹമാണ് പിന്നീട് NIA വിവരം അറിയിക്കുകയും പിന്നീട് NIA വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ തന്നെയും വളപട്ടണത്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ നേരെ വന്നത് ഇരിട്ടിയിലേക്കാണ്. ഇരിട്ടിയിലാണ് പിന്നീട് കുറച്ചു കാലം താമസിച്ചത്. അവിടെ നിന്നാണ് ഇവിടെ പിന്നീട് മട്ടന്നൂർ ബേരത്തേക്ക് എത്തിയത്. അതായത് 8 വർഷത്തോളം കണ്ണൂരാണ്, വിവിധ ഇടങ്ങളിലാണെന്നാണുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ആദ്യം വരുന്നത് വളപട്ടണത്താണ്, പിന്നീട് വളപട്ടണത്ത് നിന്ന് കിലോമീറ്ററുകളിലേക്ക് ഇപ്പുറം വരുന്നു, അത് കഴിഞ്ഞ് ഇരിട്ടിയിലെത്തുന്നു. ഇരിട്ടിയിലെത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ ഇയാളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ്. പിന്നീട് അയാൾ പോകുന്നത് മട്ടന്നൂരേക്കാണ്. മട്ടന്നൂരിലാണ് ബേരകം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഒരു സ്ഥലത്താണ് പിന്നീട് അയാൾ 1.5 വർഷമായി താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിക്കുന്നതിന് ഇടയ്ക്കാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഇയാൾ വ്യക്തമായ
പദ്ധതി ഇട്ടിരുന്നു. അതായത് താൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറുക എന്നുള്ളതായിരുന്നു വ്യക്തമായിട്ടുള്ള സവാദിന്റെ പദ്ധതി. അതായത് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ താൻ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു കാര്യം സവാദിന് നേരത്തെ തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ സവാദ് ഓരോ സ്ഥലങ്ങളിൽ തന്നെ അതായത് കുറച്ചു കാലം ഒരു സ്ഥലത്ത് നിൽക്കുക, മറ്റൊരു സ്ഥലത്ത് കുറച്ചു കാലം നിൽക്കുക, അത്തരത്തിലായിരുന്നു സവാദിന്റെ രീതി. പിന്നീട് കാസർഗോഡ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ഇരിക്കെയായിരുന്നു ഇപ്പോൾ NIA പിടികൂടിയതെന്നാണ് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് കാസർഗോഡ് ഒരു വീടിന് അഡ്വാൻസ് അടക്കം കൊടുത്തിരുന്നു അവിടെ. അതായത് ആ വീടിന് അഡ്വാൻസ് അടക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ NIA വരുന്നതിന്റെ ഒരാഴ്ചക്കകം തന്നെ ഈ ഈ സ്ഥലം വിട്ടു പോകുവാനായിരുന്നു സവാദിന്റെ ഉദ്ദേശം. പക്ഷേ അതിനൊന്നും ഇട കൊടുക്കാതെ, അതിനൊന്നും സാഹചര്യം ഒരുക്കാതെ തന്നെ NIA എത്രയും പെട്ടെന്ന് എത്തുകയും ആ സവാദിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ഇവർ ഭാര്യ അടക്കമുള്ളവർ പറയുന്നത് തങ്ങൾക്ക് ഇയാളെ കുറിച്ച് കൂടുതൽ അറിയില്ല, ഇയാളെ ഷാജഹാൻ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തത്. അതായത് ഭാര്യ വീട്ടുകാരെയും അടക്കം തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ് അദ്ദേഹം ഈ പ്രതി വിവാഹം നടത്തിയത്. ഷാജഹാൻ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കൈവെട്ട് കേസിലെ പ്രധാന പ്രതിയാണ് എന്നുള്ള ആ ഒരു വസ്തുതയൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വിവാഹമാണ് നടന്നത്. അത് തന്നെയാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഭാര്യ വീട്ടുകാർ അത്തരത്തിലുള്ള ഒരു ആരോപണവും വിമർശനവും തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഒരു വിവാഹ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭാര്യ പിതാവ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സവാദ് എന്ന പേര് അവിടെ പരാമർശിച്ചിരുന്നില്ല. പിന്നീട് ഷാജഹാൻ എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. മിക്ക സ്ഥലങ്ങളിൽ താമസിച്ച ഇടത്തൊക്കെ പിന്നീട് ഷാജഹാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം ഭാര്യയുമായി പിന്നീട് കണ്ണൂരിലെത്തുകയും കണ്ണൂരിലെ വളപട്ടണത്ത് താമസിക്കുകയും അതിനുശേഷം പിന്നീട് ഇരിട്ടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതായത് വളപട്ടണത്തിന് പിന്നീട് ഇരിട്ടിയിലേക്ക് എത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. യാതൊരു വിധത്തിലെ ഇന്റലിജൻസ്, അതായത് കേരള ഇന്റലിജൻസ്, പോലീസ് ഇന്റലിജൻസ് വലിയ പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടായിരുന്നു കേരള സർക്കാർ അടക്കം എടുത്തിരുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളെ റെയ്ഡ് നടത്തുമ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നതെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങളായിരുന്നു കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇത്തവണയും ഇത്തരത്തിലുള്ള കേസുകൾ തെളിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ പിടിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ വരേണ്ട ഒരു ഗതികേട് ഇപ്പോൾ കേരളത്തിന് ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ ഇവിടെ വന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ വസ്തുത. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിൽ പിന്നെ കഴിഞ്ഞ വർഷം അടക്കം വലിയ രീതിയിലുള്ള ഒരു റെയ്ഡാണ് കേരളത്തിൽ ആഗമനം നടത്തിയിട്ടുള്ളത്. അതിൽ മലപ്പുറം അടക്കം അല്ലെങ്കിൽ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും റെയ്ഡ് നടത്തുകയും മലപ്പുറത്തെ പ്രമുഖ സ്ഥാപനങ്ങളടക്കം അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവും ഉണ്ടാകുന്നത്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് പിന്നീട് സവാദിനെ പിടികൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അത്തരത്തിൽ ഇവരെ കൂടുതലായി സമ്മർദ്ദത്തിലേക്കാക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ഇവരെല്ലാം പോവുകയും ചെയ്തിരുന്നു. അതിൽ പിന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഈ നാട്ടിൽ കുറവ് വരികയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ തുടർന്നാണ് പിന്നീട് ഈ ഒരു ഭീകരവാദത്തെ അടക്കം ഈ ഒരു ഭീകരവാദത്തെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സവാദ് ഒരു 13 വർഷത്തിന് ശേഷമാണ് ആ സവാദിനെ കണ്ടുകിട്ടുന്നത്. ഈ 13 വർഷം 8 വർഷത്തെ കാര്യം മാത്രമാണ് നമുക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനുണ്ട്. സവാദിന് സഹായം ചെയ്തത് ആരാണ്, ഏതൊക്കെ സംഘടനകളാണ് സഹായം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. SDPI PFI പ്രവർത്തകരടക്കം ഇയാൾക്ക് സഹായം നൽകി എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പ്രാദേശികമായി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ആരൊക്കെ സാമ്പത്തികമായും അല്ലാതെയും ഇയാളെ സഹായിച്ചത് ആരൊക്കെയാണെന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇയാൾ അവസാനമായി താമസിച്ച ബേരകം എന്ന് പറയുന്ന വാടക വീട്ടിലേക്ക് ഇയാളെ എത്തിച്ചു കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. അയാളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അയാളുടെ കൂടെയായിരുന്നു പണിയെടുക്കുന്നതും. അത്തരത്തിൽ ആ ഒരു രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്തിനാ തന്നെയും കണ്ണൂരിൽ മറ്റിടങ്ങളിലൊക്കെ ഇയാൾക്ക് ആരോടൊക്കെയാണ് ബന്ധങ്ങൾ എന്നുള്ളത് തീർച്ചയായും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇയാളുടെ വീട്ടിൽ നിന്നും 2 മൊബൈൽ ഫോണും സിമ്മും കണ്ടെടുക്കുകയുണ്ടായി. മാത്രമല്ല രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ ഈ സിമ്മും അതുപോലെ തന്നെ മൊബൈൽ ഫോണും പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ NIAക്ക് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല ഇപ്പോൾ റിമാൻഡിലാണ്. അതിനുശേഷമായിരിക്കും പിന്നീട് ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകും. ആ ഒരു സമയത്ത് മാത്രമല്ല ഒരു തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ ശേഷമായിരിക്കും പിന്നീട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുക. സുരേഷ്.
യെസ്, അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവിട്ടി കേസിൽ സവാദ് മുൻപ് താമസിച്ചത് കണ്ണൂർ വളപട്ടണം മന്ന എന്ന് പറയുന്ന പ്രദേശത്ത്. 5 വർഷമാണ് ഇയാൾ ഇവിടെ താമസിച്ചിരുന്നത്. കാസർഗോഡ് താമസം മാറാനിരിക്കെയാണ് സവാദിനെ NIA പിടികൂടിയത്. വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്നും അർജുൻ PS നൽകിയത്.